ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ചേമ്പലയാണ്. ഇതാ ഈ കാണുന്ന വെറൈറ്റി ചേമ്പല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇലകളിൽ വളരെയധികം വർണ്ണങ്ങൾ കൊണ്ട് ആകർഷകമായ ഒരു അലങ്കാര സസ്യമാണ് കേട്ടോ നമ്മുടെ ഈ കലേഡിയം എന്ന് പറയുന്ന ഈ ചെടി. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കലേഡിയം എന്ന് പറയുന്ന ഈ അലങ്കാര സസ്യത്തെക്കുറിച്ചാണ് കേട്ടോ. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളയാണ്. ഇതുകൂടാതെ തന്നെ വേറെ ഒരുപാട് ഡിസൈനിലുള്ള കലേഡിയം ചെടികൾ, നമ്മുടെ അലങ്കാര സസ്യങ്ങൾ പൊതുവേ നാട്ടിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും കലേഡിയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ പൊതുവെ കാട്ടുചെടിയായിട്ടാണ് കലേഡിയം കണക്കാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം, മാലാഖ ചിറകുകൾ എന്നിങ്ങനെയും പേരുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ കലേഡിയം എന്ന് പറയുന്ന ഈ അലങ്കാര സസ്യത്തിന്. അലേസി സസ്യഗുണത്തിൽ പെടുന്ന ചെടിയാണ് കലേഡിയം. കലേഡിയം എന്ന് പറയുന്ന ഈ ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ദക്ഷിണ മധ്യ അമേരിക്കയാണെന്ന് കണക്കാക്കുന്നു കേട്ടോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളറുകളല്ലാതെ വേറെ കളറുകളും ഉണ്ട് കേട്ടോ. അതേ കൂട്ടുകാരെ, ഇതിന് ചുമപ്പ്, പിങ്ക്, റോസ്, പർപ്പിൾ, വെള്ള, പച്ച എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് കേട്ടോ നമ്മുടെ ഈ കലേഡിയം എന്ന് പറയുന്ന ഈ ചെടി കാണപ്പെടുന്നത്. പല ഡിസൈനുകളിലായാണ് നമ്മുടെ കലേഡിയം കാണപ്പെടുന്നത്. വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ വളരെ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന രീതിയിലാണ് കേട്ടോ ഈ കലേഡിയം എന്ന് പറയുന്ന ഈ ചെടി കാണുന്നത്. വളരെ നല്ല തിളക്കമുള്ള ഇലകളാണ് കേട്ടോ ഇതിന്. സാധാരണ രീതിയിൽ തറയിൽ നട്ട ഇത് കാട് പിടിച്ച് കയറുന്ന ചെടിയാണ് കേട്ടോ. എന്നാലോ നമ്മളിത് ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ വളരെ സൗന്ദര്യമുള്ള, കാണാൻ നല്ല രസമുള്ള ഒരു ഉദ്യാന സസ്യമാണ്. ഏറ്റവും കൂടുതലായി ചുമപ്പ് കളറാണ് നാടൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നത് കേട്ടോ. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു സൈഡിലായിട്ട് കുറച്ച് നട്ടിരുന്നതിന് കാട് പിടിച്ച് കയറിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ സിസ്റ്റേഴ്സ് കുറച്ച് തൈ എടുത്ത് നമ്മുടെ ചെടിച്ചട്ടിയിലാക്കിയപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ, എന്ത് സൗന്ദര്യമാണ് കാണുന്നത്. വളരെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉദ്യാന സസ്യമായി നമ്മുടെ സിറ്റ് ഔട്ടിലോ അതുകൂടാതെ വീട്ടിൽ നമ്മുടെ ഗാർഡനിലൊക്കെ വളരെ മനോഹരമായിട്ട് നിർത്താൻ കഴിയുന്ന ഒരു ഉദ്യാന സസ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വേറൊരു തന്നെയാണ് കേട്ടോ. നമ്മളെ പോലത്തുള്ള കുഞ്ഞു കുട്ടികളൊന്നും ഈ ചെടിയെടുത്ത് കളിക്കരുത് കേട്ടോ. അതെ, കുഞ്ഞു കുട്ടികളൊന്നും ഈ ചെടിയെടുത്ത് കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്ന് ചോദിച്ചാൽ ഇത് ചേമ്പിനത്തിൽപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ആ കറയൊക്കെ ആവുകയാണെങ്കിൽ ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഈ ചെടി കുട്ടികളൊന്നും എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ്, എടുത്ത് കളിക്കാതിരിക്കുന്നതാണ്, ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് കളിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാണാൻ പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളതാണ്. നമ്മളിത് നട്ടെടുക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് നമ്മൾ ഇത് എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യമാണ്. നമുക്ക് സിറ്റ് ഔട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാർ പോർച്ചിലോ അതുകൂടാതെ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മുമ്പേയൊക്കെ വയ്ക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും എന്നാൽ വളം ഒരുപാട് വേണ്ടാതെ തന്നെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നതുമായ ഒരു ചെടിയാണ് കേട്ടോ. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ നനവൊക്കെ മതി കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൈകളെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരുന്ന തൈകളാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ തൈ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഇതിനെ എടുക്കാൻ കഴിയും. നമ്മുടെ നടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ കിട്ടും കേട്ടോ. അത്രയും കിളിർത്ത് വരുന്ന ഒരു ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പൊട്ടിമുളച്ച് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. കാണാൻ നല്ല രസമുള്ള
ചെടികളാണ്. ഇതിൻ്റെ പല കളറുണ്ട്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഈ പല കളർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മളതൊരു വീഡിയോ ആയിട്ട് കാണിച്ച് തരുന്നതായിരിക്കും കൂട്ടുകാർ. അപ്പോഴേ ഇന്നത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളയും പച്ചയും കൂടെ ഉള്ള ഒരു ഡിസൈൻ കലേഡിയമാണ് നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.